രാവിലെ ഇറ്റാലിയൻ സമയം 11 മണിയോടുകൂടിയാണ് ലിയോ 14 മാർപ്പാപ്പ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരെ കാണുകയും അവർക്ക് നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തത്. ഇതില് നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ നിമിഷം തൊടല് ജമേലി ആശുപത്രിക്ക് മുമ്പിൽ തുടങ്ങിയ മാധ്യമ പ്രവർത്തകരുടെ സമൂഹം, അതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് ശേഷവും സംസ്കാരവും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും അതിനുശേഷം പുതിയ കോൺക്ലേവും അതുപോലെ തന്നെ പുതിയ പാപ്പ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തുടക്ക ശുശ്രൂഷകളെല്ലാം പങ്കെടുത്ത ആയിരക്കണക്കിലധികം മാധ്യമ പ്രവർത്തകരാണ് വത്തിക്കാനിൽ ഉണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് കൂടിക്കാഴ്ചയിലൂടെ നന്ദി പറയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സമാധാനത്തിന്റെ ഒരു പുതിയ സന്ദേശം അവരുടെ വാക്കുകളിലൂടെ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലിയോ 14 പാപ്പ ഇന്നേ ദിവസം പൗളോ ആറാമന്റെ മാർപ്പാപ്പ പോൾ ആറാമന്റെ ഹാളില് ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂടുകയും അവർക്ക് നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്തത്. ഇത് എടുത്തു പറയത്തക്ക ഏതാനും കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ലിയോ 14 മാർപ്പാപ്പ അവിടെ കൂടിയിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരോട് അവരുടെ വലിയ സേവനത്തിന്, ഈ സത്യം പുറത്തു കൊണ്ടുവരുന്ന ഈ നല്ല സേവനത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇത് യേശുവിന്റെ മലയിലെ പ്രസംഗത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതായത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ അവരോട് പറഞ്ഞത്, നിങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നവരാകണം. നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ എഴുത്തുകളിലൂടെയെല്ലാം, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിൽ സമാധാനം കൊണ്ടുവരുന്ന വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. അത് ആക്രമണ സ്വഭാവമുള്ള വാക്കുകളിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടെയും താഴ്മയോടെയും കൂടെ സത്യം എന്താണെന്ന് അന്വേഷിക്കുകയും അത് ജനങ്ങളിലേക്ക് അത് സമയം കറക്റ്റായിട്ട് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങളും നിങ്ങൾ ചെയ്യണം. പിന്നീട് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓരോ മാധ്യമ പ്രവർത്തകരും ഒരു സമാധാനത്തിന്റെ വാഹകരാകണം. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാകണം. മറ്റുള്ളവരെ കേൾക്കുവാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും. അതുകൊണ്ട് തന്നെ പാപ്പ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സ്വരമില്ലാത്തവന്റെ സ്വരമായി തീരുക, സംസാരിക്കാൻ കഴിയാത്തവന്റെ ദുർബലനായവന്റെ സ്വരമായി തീരുക, അവരുടെ വാർത്ത ജനങ്ങളിൽ എത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ലിയോ 14 മാപ്പയുടെ പ്രസംഗങ്ങളിലെല്ലാം എടുത്തു പറയത്തക്ക 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് പറയാറുണ്ട്, പിന്നെ വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സമാധാനം എന്ന് പറഞ്ഞുള്ള വലിയൊരു ചിന്തയും ലിയോ 14. ഈ 3 കാര്യങ്ങളും ഇന്നത്തെ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ലിയോ 14 പാപ്പ ചൂണ്ടിക്കാട്ടിയുണ്ടായി. പ്രത്യേകമായിട്ട് അവര് ചെയ്യുന്ന വലിയ സേവനത്തെ ഓർത്ത് ലിയോ 14 മാർപ്പാപ്പ നന്ദി പറഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ലിയോ 14 പാപ്പ മാർപ്പാപ്പയായതിനു ശേഷം ഈ സഭയിലെ വ്യത്യസ്തതകള്, വൈവിധ്യങ്ങള്, അതുപോലെ തന്നെ സഭയുടെ ഐക്യം, അതെല്ലാം ഈ ലോകം മുഴുവൻ എത്തിക്കുവാൻ തക്കവിധം അനേകം മാധ്യമ പ്രവർത്തകര് രാത്രിയും പകലുമായി വത്തിക്കാനിൽ ചെലവഴിക്കുകയും സമയം വിനിയോഗിക്കുകയും സത്യം പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അവരുടെ മാധ്യമ പ്രവർത്തനം വളരെ സുതാര്യമായും അതുപോലെ തന്നെ കൂടുതൽ ഊർജസ്വലമായിട്ടും ധൈര്യത്തോടുകൂടി സത്യം പ്രഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നുള്ള വലിയൊരു നല്ലൊരു വാർത്തയും ഒരു മോട്ടിവേഷണൽ സന്ദേശവും നൽകിയാണ് ഇന്ന് ലിയോ 14 മാർപ്പാപ്പ എല്ലാവരെയും അഭിസംബോധന ചെയ്തത്. തീർച്ചയായും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിലായിട്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പാവപ്പെട്ട ആളുകൾ പലായനം ചെയ്യുന്നു, അങ്ങനെ നിരവധി പ്രശ്നമാണ് ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സമാധാനം എന്ന പാപ്പയുടെ വാക്ക് ഏറെ പ്രസക്തമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ യുദ്ധം പരമാവധി ഒഴിവാക്കുവാനായിട്ട് നമ്മളെല്ലാം ശ്രമിക്കണം. നമ്മുടെ വാക്കുകളിലൂടെ സമാധാനം എങ്ങനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ ഇന്ന് എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, യുദ്ധം നടക്കുന്ന പല സ്ഥലങ്ങളിലും പോയി അനേകം മാധ്യമ പ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ച് ഈ മാധ്യമ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരെ പ്രത്യേകമായിട്ട് മാർപ്പാപ്പ അഭിനന്ദിച്ചിരുന്നു. ആ സമയത്ത് എല്ലാവരും
കരഘോഷങ്ങൾ മുഴക്കുകയും ഈ മാധ്യമപ്രവർത്തകരുടെ സേവനങ്ങൾക്ക് മാർപ്പാപ്പ നന്ദി പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെയായിരുന്നു ഞങ്ങൾ എല്ലാവരും കടന്നുപോയത്.